ഹലോ ഓൾ, നിങ്ങളെല്ലാവരും ഒളിമ്പിക്സ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് സ്പോർട്സ് ആൻഡ് അത്ലറ്റിക്സ് ഇവൻറ്റുകൾ വേൾഡിലെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ പങ്കെടുത്ത് നമ്മളെല്ലാവരും കാണുന്ന ഒരു ഇവൻ്റാണല്ലേ. ഒരു 1.5 മാസം ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരു ആഘോഷം പോലെയാണ്. അതുപോലെ തന്നെ അക്കാഡമിക്സിലും പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്ന, സയൻസിലും മാത്സിലും ഒക്കെ കോമ്പീറ്റ് ചെയ്യുന്ന ഇവൻറ്റുകളാണ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. അത് നമ്മുടെ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഒക്കെ ഒഫീഷ്യൽ ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന ഒളിമ്പ്യാഡ്സ് ഉണ്ട്. മറ്റ് പല പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ഒളിമ്പ്യാഡ്സ് ഉണ്ട്. ഇങ്ങനെ നിങ്ങളൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ, ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി മാത്രമാവണമെന്നില്ല, ഇംഗ്ലീഷോ സോഷ്യൽ സയൻസോ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമിൽ പോയിട്ട് കോമ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എയിം ചെയ്യേണ്ട എക്സാമുകളാണ് ഒളിമ്പ്യാഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ XandY ലേണിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളൊക്കെ അറ്റ്ലീസ്റ്റ് എന്തായാലും ഒളിമ്പ്യാഡ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ തന്നെ ഒഫീഷ്യൽ ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന ഒളിമ്പ്യാഡിൽ നമ്മൾ ഓരോ ലെവലും ക്ലിയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ നടക്കുന്ന പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന ടീമുകളുടെ കൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഇന്ത്യയിൽ നിന്ന് ഓരോ വർഷവും 5-6 പേരടങ്ങുന്ന ടീം പോയിട്ട് മറ്റൊരു രാജ്യത്ത് പോയിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്നത് പോലെ തന്നെ പോയിട്ട് കോമ്പീറ്റ് ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ കുട്ടികൾ മാത്സ് ഒളിമ്പ്യാഡ്, ഇതിൽ ഏറ്റവും ആളുകൾ ഉറ്റുനോക്കുന്നത് ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡാണ്. അതായത് നമ്മൾ ഒരു ഒളിമ്പിക്സിലാണെന്നുണ്ടെങ്കിൽ 100 മീറ്റർ സ്പ്രിൻ്റ് ആണ് മേ ബി ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ഇവൻ്റ് എന്നുണ്ടെങ്കിൽ ഒളിമ്പ്യാഡ്സിലേക്ക് വരുമ്പോൾ അത് മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡാണ്. ഇന്ത്യയിൽ നിന്ന് 5-6 കുട്ടികൾ എല്ലാ വർഷവും ഒളിമ്പ്യാഡിന് പോകാറുണ്ട്. ഫൈനൽ, അതായത് പല സ്റ്റേറ്റിൽ നിന്നും ഒരുപാട് കുട്ടികൾ വന്ന് പല റൗണ്ട് ഓഫ് എക്സാമിനേഷൻസ് ക്വാളിഫൈ ചെയ്തിട്ടാണ് ഫൈനലി 5-6 ആളുകളെ സെലക്ട് ചെയ്യുന്നത്. അവർ പോയിട്ട് നന്നായിട്ട് എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്, പെർഫോം ചെയ്യാറുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ നിന്ന് ഇതുവരെ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇൻ്റർനാഷണൽ ഒളിമ്പ്യാഡിൽ ഒരു കുട്ടി പോലും പോയിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഫസ്റ്റ് റൗണ്ട് എക്സാമിനേഷനിൽ കേരളത്തിൽ നിന്നും ക്വാളിഫൈ ചെയ്യാൻ ആകെ 1 മാർക്കൊക്കെയാണ് മിനിമം കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പെർഫോമൻസ് ലോ ആണ് കേരളത്തിൽ നിന്ന് ഒളിമ്പ്യാഡ്സിൻ്റെ കാര്യത്തിൽ. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, XandY ലേണിംഗ് പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, XandY ലേണിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനവും ഞങ്ങൾ നടത്തുന്ന ഫൗണ്ടേഷൻ കോഴ്സും കുട്ടികൾക്ക് ജസ്റ്റ് ട്യൂഷൻ കൊടുക്കുക, അവർക്ക് A+ വാങ്ങിക്കൊടുക്കുക എന്നതിലപ്പുറത്തേക്ക് സ്കൂളിനേക്കാൾ മുകളിൽ കുട്ടികൾ എത്തിക്കണം എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് കോൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് പഠിപ്പിച്ച് കൊടുക്കണം. ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. ഒളിമ്പ്യാഡുകൾ പോലെയുള്ള എക്സാമുകൾ, അതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് അവരെ കൊണ്ട് എഴുതിപ്പിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിനുവേണ്ടി XandY ലേണിംഗ് ഒളിമ്പ്യാഡ്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മറ്റ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അതിൽ 7th മുതൽ 10th വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒളിമ്പ്യാഡ് സ്പെഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോസ് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടു തുടങ്ങാം. ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ പ്രോഗ്രാമുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒളിമ്പ്യാഡ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്. സോ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം പ്രൈവറ്റായിട്ട് നടത്തുന്ന ഒരുപാട് ഒളിമ്പ്യാഡ്സ് ഉണ്ട്, കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ലെവൽ ലോ ആയിട്ടുള്ള അത്തരം എക്സാമുകൾ നമ്മൾ ടാർഗറ്റ് ചെയ്ത് തുടങ്ങുക. അതായത് NSMC പോലെയുള്ള, NSTSC, SOF പോലെയുള്ള പല എക്സാമിനേഷൻസ് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്നുണ്ട്. അത്തരം എക്സാമുകൾ എഴുതിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ എക്സാമിനേഷൻസിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ മനസ്സിലാക്കി തുടങ്ങാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒഫീഷ്യലി ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന സയൻസ്, മാത്സ് ഒളിമ്പ്യാഡുകളിൽ പോയി എഴുതാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മേ ബി കേരളത്തിൽ തന്നെ വേറെ ഒരു ചാനലോ വേറെ ആരും തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് മാത്സിലും സയൻസിലൊക്കെ നിങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും XandYയുടെ ഒളിമ്പ്യാഡ് ചാനൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അതിൽ ഒരുപാട് ക്ലാസ്സുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബാക്കി ക്ലാസ്സുകൾ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ഇനി വരുന്ന ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഫൈനലി പറയാനുള്ളത് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചാണ്. സ്കൂളിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ XandY ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ കോൾ ചെയ്ത് അന്വേഷിക്കുക. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. നമ്മൾ 6th മുതൽ 10th വരെയുള്ള കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചെയ്യുന്നത് ബേസിക്കലി ഇത് തന്നെയാണ്. അതായത് സ്കൂളിലെ ചാപ്റ്റേഴ്സ് സ്കൂളിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങൾ പഠിക്കുന്നതിന് കൂടെ തന്നെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് അടക്കം ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പർ ഫൗണ്ടേഷൻ സബ്ജക്റ്റുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നു. 10th ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്താണ്, അതെങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു എക്സ്പീരിയൻസോട് കൂടിയിട്ട് വേണം +1 നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ, ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ട നമ്പറുകളും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.